MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ പുതിയ വിവാദം. സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി ഉപഹാരം നൽകിയതാണ് വിവാദമായത്. ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം കൈപ്പറ്റിയ രമേശ് നാരായൺ സംവിധായകൻ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉപഹാരം ഏൽപ്പിച്ച ശേഷം തനിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. അവനെ ഇങ്ങോട്ട് വിളിക്കേ, കൂട്ടിട്ട് ചോദിക്കാം. എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശമില്ല, ഒരിക്കലും അപമാനിക്കില്ല. ആസിഫിന്റെ അടുത്ത് മൊമെന്റോ വാങ്ങിച്ചല്ലോ, പിന്നെന്താ വേണ്ടതാണ്? എനിക്ക് സത്യത്തിൽ ഈ മൊമെന്റോ കൊണ്ടുവരുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് മൊമെന്റോ കൊണ്ടാണ് ആസിഫ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തെത്തി മൊമെന്റോ തരുമ്പോഴാണ് മൊമെന്റോ തരുന്നെന്ന് മനസ്സിലാവുന്നത്. ഒരു അനൗൺസ്മെന്റ്. ആസിഫ് അലി രമേശ് നാരായണനെ നോക്കി ചിരിച്ചെങ്കിലും അത് വകവയ്ക്കാതെ അദ്ദേഹം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീണ്ടും വാങ്ങുകയും ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ആസിഫിന് ഹസ്തദാനം നൽകാനോ അഭിവാദ്യം ചെയ്യാനോ രമേശ് നാരായൺ തയ്യാറായില്ല. എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ വിളിക്കുന്നത്. അപ്പോഴേക്കും ചില ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി കൂടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെന്റോ തരുന്നു. മൊമെന്റോ ഞാൻ വാങ്ങിക്കുന്നു. കഴിഞ്ഞോ ആസിഫ് അലി തന്നു. ആസിഫ് അലി ഐ എം സോ ഹാപ്പി. ആസിഫ് അലി തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആസിഫ് അലി ഇരുന്ന് വാങ്ങിച്ചു. ഇത് തന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ജയരാജ് വിടുമ്പോൾ ആസിഫ് അലി അവിടെ ഇല്ല, പിക്ചറിൽ കാണാനില്ല. അതാണ് പ്രശ്നമായത്. കള്ളം പറയുന്നു ആ പന്നെ. ജോഷി കുര്യനുടെ വിവരങ്ങളുമായി. ജോഷി, ഇന്നലെ കൊച്ചിയിലാണ് ഈ ചടങ്ങ് നടന്നത്. ആസിഫ് അലി സംവിധായകൻ ജയരാജിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ജയരാജിനോട് എന്റെ കയ്യിലേക്ക് ഇത് ഉപഹാരം കൊടുക്കുകയും തനിക്ക് നൽകാൻ വീണ്ടും ആവശ്യപ്പെടുകയുമായിരുന്നു. എന്തായാലും ഈ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട ചില ആളുകളോടൊക്കെ തന്നെ നാം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അതായത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചില വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്